നന്മ 24ലേക്ക് സ്വാഗതം. KSEB റെഗുലേറ്ററി കമ്മീഷൻ്റെ പബ്ലിക് ഹിയറിംഗ് നാളെ എറണാകുളം ടൗൺ ഹാളിൽ രാവിലെ 11 മണിക്കാണ് ഹിയറിംഗ്. ഈ ഹിയറിംഗിൽ പരമാവധി ആളുകൾ പങ്കെടുക്കണം. കാരണം KSEBയുടെ അടുത്ത് നമ്മൾ നിരക്ക് വർധനവുമായി ചോദിക്കുമ്പോൾ അത് റെഗുലേറ്ററി കമ്മീഷൻ്റെ തീരുമാനമാണ്, അതാണ് നടപ്പാക്കിയത് എന്നാണ് KSEB പറയാറ്. അപ്പോൾ തീർച്ചയായും ഈ പബ്ലിക് ഹിയറിങ്ങിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. ഇപ്പോൾ തന്നെ അമിതമായിട്ടുള്ള തുകയാണ് ഈടാക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. അതിന്മേൽ വീണ്ടും നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവുമായാണ് KSEB മുന്നോട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വ്യാവസായിക നഗരമാണ് കൊച്ചി. ആ കൊച്ചിയുടെ പ്രതിഷേധവും നിർദ്ദേശവും റെഗുലേറ്ററി കമ്മീഷൻ്റെ മുന്നിൽ എത്തണം. അപ്പോൾ മറക്കണ്ട, നാളെ രാവിലെ 11 മണിക്ക് എറണാകുളം ടൗൺ ഹാൾ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന റെഗുലേറ്ററി കമ്മീഷൻ്റെ മീറ്റിങ്ങിൽ ഒരാൾ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും മിക്കവാറും കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്ത ആളുകൾ തീർച്ചയായും ഇത് ഒന്ന് കേൾക്കണം. ഇന്ത്യയിൽ മൊത്തം 2 മാസം ബില്ലിംഗ് സൈക്കിൾ ഇല്ല. ഇത് പറ്റിയൊരു പരിപാടിയാണ്. 1 മാസത്തെ ബില്ലിംഗ് സൈക്കിളിലേക്ക് വരണം. അതിനവർ കാരണം പറയുന്നതാ, ഇത് കുത്താനുള്ള എംപ്ലോയീസ് കൂടണം. നിങ്ങൾ കുത്തണ്ട, സ്മാർട്ട് മീറ്റർ വെച്ചാൽ മതി, പ്രശ്നം തീർന്ന്. എഫിഷ്യൻസി കൂടി, സമയലാഭം ഉണ്ടായി, കച്ചവട ലാഭം ഉണ്ടായി, ചെലവ് കുറഞ്ഞു. ഇതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പോയി കുത്തി ഞങ്ങൾക്ക് തരണ്ട. അങ്ങനെയുള്ള ഒരു സംവിധാനം നിന്നിട്ട് കാലങ്ങളായി. നൂറ്റാണ്ട് പഴക്കമുള്ള സംവിധാനം കൊണ്ടുവന്നിട്ട് പറയാം പ്രൈസ് ഹൈ. എന്റെ രണ്ടാമത്തെ സെക്ഷൻ ഇത് കഴിഞ്ഞു, പ്രൈസ് ഹൈക്കായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇതിന്റെ കൂടെ തന്നെ ഉപമായിട്ട് രാവിലെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. സർ, ഇനി എനിക്ക് 3 കാരണങ്ങൾ പറയാനുണ്ട്. ഈ പബ്ലിക് ഹിയറിംഗ് നൾ ആൻഡ് വോയിഡ് ആണ്, അൺഡെമോക്രാറ്റിക് ആണെന്ന് പറയാൻ അനുവദിക്കണം. കാരണം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല, ജനങ്ങൾക്ക് അറിയില്ല. കാരണം കൃത്യമായി സിമ്പിളായി ന്യൂസ് പേപ്പറിൽ സിമ്പിളായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇവിടെ കാണിച്ച കണ്ടിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവും. ഈ മീറ്റിംഗ് ഒരു കാരണവശാലും ജനാധിപത്യപരമല്ല, നിയമപരമല്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ടില്ല, ജനങ്ങൾക്ക് അറിവ് നൽകിയിട്ടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിയാൽ സാർ, ഞാൻ നിർത്തുന്നതിന്റെ കൺക്ലൂഷനിൽ വെച്ചതാണ്. അത് ഒന്നേ ഉള്ളൂ സാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവർ 10ാം ക്ലാസ് പാസ്സാകാത്തവരെ ഇവർ ജോലിക്കുണ്ട്.
10ാം ക്ലാസ്സും ഇല്ലാത്ത സമൂഹത്തിലെ അബല വിഭാഗത്തെ ചേർത്ത് പിടിക്കാനുള്ള നന്മയുണ്ട് സർ. കാണാണ്ടിരുന്നൂടാ. പക്ഷേ ഇവിടെ ഡേഞ്ചർ അവിടെയല്ല, അവരെ ഇലക്ട്രിക്കൽ വർക്കറായിട്ട് എടുക്കുക. എന്നിട്ട് അവർക്ക് കാലക്രമേണ ആകുമ്പോൾ പിന്നെ അവർ ടെക്നിക്കലായിട്ട് അവർക്ക് കാലക്രമേണ അവരെ ലൈൻമാനായിട്ട് പ്രൊമോട്ട് ചെയ്യും. അവിടെ തീർന്നാൽ ഫെയിൽ വരും സർ. ഈ 10ാം ക്ലാസ് പാസ്സാക്കാത്തവരെ പിന്നെ ഓവർസിയർ ആവും. 3 വർഷം കൊണ്ട് പിന്നെ ഓവർസിയർ ആക്കിയവനെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ല. നിങ്ങൾ പറയട്ടെ, ഈ രാജൻ സാറിനോട് പറയട്ടെ, ഇവിടെ കിടക്കുന്നറിയോ? അവിടെ പോലും 10ാം ക്ലാസ് പാസ്സാക്കാത്തവൻ ശരിയാണ്, പഴയ തലമുറ നിങ്ങൾ പറഞ്ഞു നിൽക്കും. പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്നത് 10ാം ക്ലാസ് പാസ്സാക്കാത്തനാ. എന്റെ സംശയം, ഇങ്ങനെയുള്ളവരെ ഒരു മിനിറ്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടായിരുന്നു ITI പഠിച്ചു വേണം സർ, ITI ക്വാളിഫൈഡെങ്കിലും ആകണമെന്നായിരുന്നു നിയമം. ഈ നിയമം അതിജീവിച്ചാണ് നമ്മൾ 10ാം ക്ലാസ് ചെയ്യും. കുഴപ്പമില്ല, സമൂഹത്തിൽ പഠിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള പാപങ്ങളെ ചേർത്ത് നിർത്താൻ ഇത്ര സ്കീമുകൾ നല്ലത്. പക്ഷേ ഇതിന്റെ ഉള്ളിക്കാക്കിയാണെങ്കിലും അവൻ ITI പഠിക്കാൻ വിടണ്ടേ? ആ വിദ്യാഭ്യാസം അവന് കൊടുത്തില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ലാസ്റ്റ് ആകാശത്തെ ഇവിടെ ചിന്തിച്ചുകൂടാ. ലാസ്റ്റ് സർ, അവസാനത്തത്, ഈ പറയുന്ന ഡ്രൈവർ 1,12,000 രൂപയാണ് ഇപ്പൊ അയാളുടെ സാധനം. ഏതെങ്കിലും സാറിന്റെ ഭാഷ മോശമായി പോയി ഞാനൊന്നും പറയുന്നില്ല, ഈ സദസ്സിനെ വാങ്ങിച്ചുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു. കാരണം ഈ ആൾക്ക് എങ്ങനെയാണ് 1,00,000? ഞങ്ങളുടെ ഡ്രൈവർമാർക്ക് 2 ലക്ഷം കൊടുക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ആദ്യം എഞ്ചിനീയർക്ക് 1 ലക്ഷം കൊടുക്കുക. അപ്പൊ ഈ തരത്തിൽ ഇൻബാലൻസ്ഡ്, അൺതോട്ട്ഫുൾ, അൺഓർഗനൈസ്ഡ് ലൂട്ട് ഉണ്ട്. ഓർഗനൈസ്ഡ് ലൂട്ട് ഉണ്ടല്ലോ, ഈ അൺഓർഗനൈസ്ഡ് വേ ഇത് നിർത്തിയില്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു ക്രിസ്ത്യനെ നിങ്ങൾ മാനിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇത്തരം ഹിയറിങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കി ഭാഗമാകണമെന്ന് കേട്ട് വന്നവരോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം. ഇനി റെഗുലേറ്ററി കമ്മീഷൻ്റെ അടുത്ത സിറ്റിംഗ് വരുന്നത് തിരുവനന്തപുരത്താണ്. 11-ാം തീയതിയാണ്. തീർച്ചയായും നമ്മളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതിഷേധങ്ങളും KSEB റെഗുലേറ്ററി കമ്മീഷൻ്റെ മുന്നിൽ എത്തിക്കേണ്ടതുണ്ട്. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.